ഒരു റീലിൽ കണ്ടിട്ട് കൊതി മൂത്തിട്ടാട്ടോ ഈ ഒരു ചിക്കൻ റെസിപ്പി ഞാൻ ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മസാല കുത്തുകളൊന്നും ഇല്ലാതെ, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ എങ്ങനെ ഇത് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയാണ്. ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് ഞാൻ കാശ്മീരിയും നോർമൽ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് നല്ല ചിരുവിയ ഫ്രഷ് തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 250 ഗ്രാം ചിക്കനിലേക്ക് ഈ ഒരു മസാല കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടത് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇനി നമുക്ക് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഓരോ പീസ് ചിക്കനും ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ കരിയോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവും. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. തേങ്ങക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ. നമ്മൾ പൊരിച്ച പോലെ ആയി കിട്ടും കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗമായി ഇങ്ങനെ ഏകദേശം ഒന്നായിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ നമുക്ക് കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ചെറിയുള്ളി ഒരു 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തുറന്ന് അടിച്ചുമായിട്ട് ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ പിന്നെ അടച്ചു വെക്കേണ്ട കേട്ടോ. പിന്നെ അത് ഡ്രൈ ആക്കി എടുക്കുക. നമുക്ക് ഏത് രീതിയിലാണോ ഡ്രൈ ആക്കി എടുക്കേണ്ടത് അങ്ങനെ ചെയ്ത് ഞാൻ നന്നായിട്ട് തന്നെ പൊരിച്ച പോലെ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഏകദേശമൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം കണ്ട ചിക്കൻ പൊരിച്ച അതേ ലുക്കിൽ കിട്ടിയിട്ടില്ലേ. അതിൻ്റെ ആ ഒരു തേങ്ങയുടെയും ചെറിയുള്ളിയൊക്കെ ആ ഒരു വറുത്ത് വന്നിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാൻ. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ അങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇഷ്ടമായാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്